Good morning dear students. എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണോ? നമുക്ക് ഇന്ന് സോഷ്യൽ സ്റ്റഡീസ് പഠിച്ചാലോ? ഇന്ന് സോഷ്യൽ സ്റ്റഡീസിലെ ദ ലാൻഡ് ഓഫ് ഡെനിസ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇതാണ് ചാപ്റ്ററിന്റെ പേര്, ദ ലാൻഡ് ഓഫ് ഡെനിസ് ഫോറസ്റ്റ്. The DRC refers to the Democratic Republic of Congo. It is a country situated in the heart of the African continent. It lies in the tropical zone. The equator passes through the northern DRC. As Belgium ruled over DRC till 1960, it was called the Belgian Congo. It was changed to Zaire in 1971. എന്താണ് ദ ലാൻഡ് ഓഫ് ഡെനിസ് ഫോറസ്റ്റ് എന്ന ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദ DRC refers to the Democratic Republic of Congo. It is a country situated in the heart of the African continent. DRC എന്ന് വെച്ചാൽ എന്താണ്? The DRC refers to the Democratic Republic of Congo. It is a country situated in the heart of the African continent. DRC എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ആണ്. എന്ന് പറയുന്നത് DRC എന്ന് പറയുന്നത് DRC എന്ന് പറയുന്നത് എന്താണ്? ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ആണ്. It is a country situated in the heart of the African continent. ആഫ്രിക്കൻ കോണ്ടിനെന്റിന്റെ ഹൃദയഭാഗത്തായിട്ടാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ സ്ഥിതി ചെയ്യുന്നത്. The DRC refers to the Democratic Republic of Congo. It is a country situated in the heart of African continent. DRC എന്ന് പറയുന്നത് എന്താണ്? ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ആണ്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഹൃദയഭാഗത്തായിട്ടാണ് DRC അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് കോങ്കോ സ്ഥിതി ചെയ്യുന്നത്. The equator passes through the northern DRC as Belgium ruled over DRC till 1960. It was called the Belgian Congo. It was changed to Zaire in 1971. It lies the tropical zone. The equator passes through the northern DRC. ഇത് എവിടെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ട്രോപ്പിക്കൽ സോണിലാണല്ലേ. The equator passes through the northern DRC. നോർത്തേൺ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ അടുത്തുകൂടി എന്ത് പാസ് ചെയ്യുന്നു? ഇക്വേറ്റർ പാസ് ചെയ്യുന്നു. The equator passes through the northern DRC. നോർത്തേൺ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് കോങ്കോയുടെ ഭാഗത്തുകൂടി എന്ത് പോകുന്നു? ഇക്വേറ്റർ കടന്നു പോകുന്നു. As Belgium ruled over the DRC till 1960, it was called the Belgian Congo. It was changed to Zaire in 1971. ബെൽജിയം ആണ് 1960 വരെ 1960 വരെ DRC ഭരിച്ചത്. എന്താണ്? ബെൽജിയം ആയിരുന്നു. 1960 വരെ DRC റൂൾ ചെയ്ത് ഭരിച്ചത് ആരായിരുന്നു? ബെൽജിയം ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് എന്ത് പറയും? ബെൽജിയം കോങ്കോ എന്ന് പറയുന്നു. അതുകൊണ്ട് DRCയെ 1960 വരെ എന്ത് പറയുന്നു? ബെൽജിയം കോങ്കോ എന്ന് പറയുന്നു. 1960 വരെ ആരാണ് DRC ഭരിച്ചത്? ബെൽജിയം ആയിരുന്നു DRC ഭരിച്ചത്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ 1960 വരെ ഭരിച്ചത് ബെൽജിയം ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് എന്ത് പറഞ്ഞു? ബെൽജിയം കോങ്കോ എന്ന് പറയുന്നു. It was changed to Zaire in 1971. 1971 ആയപ്പോഴേക്കാണ് അത് Zaire ആയിട്ട് ചേഞ്ച് ചെയ്ത് മാറിയത്. The DRC refers to the Democratic Republic of Congo. It is a country situated in the heart of the African continent. It lies in the tropical zone. The equator passes through the northern DRC. As Belgium ruled over DRC till 1960, it was called the Belgian Congo. It was changed to Zaire in 1971. DRC എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ആണ്. ഇതെന്ന് പറയുന്നത് DRC എന്ന് പറയുന്നത് DRC എന്ന് പറയുന്നത് ആഫ്രിക്കൻ കോണ്ടിനെന്റിന്റെ ഹൃദയഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനെവിടെ എന്താണ്? ഈ നോർത്തേൺ DRCയുടെ കൂടി എന്ത് പോകുന്നു? നോർത്തേൺ DRCയിലൂടെ ഇക്വേറ്റർ കടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ 1960 വരെ DRC റൂൾ ചെയ്ത് ആരായിരുന്നു? ബെൽജിയം ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലത്ത് DRC എന്ന പേരിൽ അറിയപ്പെട്ടത് ബെൽജിയം കോങ്കോ എന്ന പേരിൽ അറിയപ്പെട്ടു. 1971 ആയപ്പോഴേക്ക് അത് സെയിർ ആയിട്ട് ചേഞ്ച്
ചെയ്തു. In 1997, the name was changed again to Democratic Republic of Congo, which is its present name. The capital of DRC is Kinshasa. In 1997, the name was changed again to Democratic Republic of Congo, which is its present name. The capital of DRC is Kinshasa. എന്താണ് in 1997 the name was changed again to Democratic Republic of Congo, which is its present name. 1997 ആയപ്പോഴത്തേക്ക് ഇതിലെ പേര് പിന്നീട് വീണ്ടും മാറ്റിയില്ലേ? എന്താക്കി മാറ്റി? ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്നാക്കി മാറ്റി. ഈ DRC ഇപ്പോഴത്തെ പേരെന്താ? ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. ഇത് 1997 വീണ്ടും ചേഞ്ച് ചെയ്ത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ആക്കി മാറ്റിയത്. The capital of DRC is Kinshasa. ഈ DRC ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ക്യാപിറ്റൽ എന്താണ്? ക്യാപിറ്റലാണ് ഇത് കിൻഷാസ. എന്താണ്? The capital of DRC is Kinshasa. The capital of DRC is Kinshasa. DRCയുടെ ക്യാപിറ്റൽ എന്താണ്? കിൻഷാസയാണ് DRCയുടെ ക്യാപിറ്റൽ. The river Congo flows through the land of the country. It is the 7th largest river in the world and the 2nd largest river in Africa. The Congo basin dominates almost all the country. The river Congo flows through the land of the country. It is the 7th largest river in the world and the 2nd largest river in Africa. The Congo basin dominates almost all the country. The river Congo flows through the land of the country. ആ രാജ്യത്തൂടെ എന്ത് ഒഴുകുന്നു? കോങ്കോ നദി ഒഴുകുന്നു. ആ രാജ്യത്തൂടെ എന്ത് ഒഴുകുന്നു? കോങ്കോ നദി ഒഴുകുന്നുണ്ട്. It is the 7th largest river in the world and the 2nd largest river in Africa. The Congo basin dominates almost all the country. ആ രാജ്യത്തോട് കൂടി എന്താ കോങ്കോ നദി ഒഴുകുന്നുണ്ട്. ആ രാജ്യത്തിലൂടെ എന്താ കോങ്കോ നദി ഒഴുകുന്നുണ്ട്. ഈ കോങ്കോ നദി എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 7th ഏറ്റവും വലിയ 7ാമത്തെ നദിയാണ് ഇത് കോങ്കോ നദി എന്ന് പറയുന്നത്. വേൾഡിലെ തന്നെ ഏറ്റവും വലിയ 7th നദിയാണ് ഇത് കോങ്കോ നദി എന്ന് പറയുന്നത്. അത് എവിടെ കൂടി ഒഴുകുന്നു? DRCയിലൂടെ ഒഴുകുന്നുണ്ട്. ഇത് കൂടാതെ ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ നദിയാണ് ഈ കോങ്കോ നദി എന്ന് പറയുന്നത്. The river Congo flows through the land of the country. It is the 7th largest river in the world and the 2nd largest river in Africa. The Congo basin dominates almost all the country. എന്താണ്? കോങ്കോ നദി ആ രാജ്യത്തോടു കൂടി ഒഴുകുന്നുണ്ട്. ഈ കോങ്കോ നദി എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 7ാമത്തെ നദിയാണ്. കൂടാതെ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ 2ാമത്തെ നദിയാണ് കോങ്കോ നദി. The Congo basin dominates almost the whole country. ഈ കോങ്കോ ബേസിൻ ആ രാജ്യത്ത് ആകമാനം വ്യാപിച്ചിട്ടുണ്ട്. Democratic Republic of Congo is the 3rd largest country in Africa. Democratic Republic of Congo is the 3rd largest country in Africa. Democratic Republic of Congo എന്നത് ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും വലിയ 3ാമത്തെ രാജ്യമാണ്. Democratic Republic of Congo എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും വലിയ 3ാമത്തെ രാജ്യമാണ്. എന്താണ് അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയെ കുറിച്ചാണല്ലേ. DRC refers to the Democratic Republic of Congo. DRC എന്ന് പറയുന്നത് എന്താണ്? ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ആണ് എന്ന് പറയുന്നത്. DRC എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കൺട്രി സിറ്റുവേറ്റഡ് ഇൻ ദ ഹാർട്ട് ഓഫ് ദി ആഫ്രിക്കൻ കോണ്ടിനെന്റ്. ഈ DRC അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് കോങ്കോ എന്ന് പറയുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഇന്ത്യ ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. It lies in the tropical zone. The equator passes through the northern DRC. As Belgium ruled over DRC till 1960, it was called the Belgian Congo. It was changed to size in 1971. ഈ നോർത്തേൺ DRC നോർത്തേൺ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ
കൂടി എന്ത് പോകുന്നു? ഇക്വേറ്റർ കടന്നു പോകുന്നുണ്ട്. നോർത്തേൺ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലൂടെ കൂടി ഇക്വേറ്റർ കടന്നു പോകുന്നുണ്ട്. അതുകൂടാതെ 1960 വരെ 1960 വരെ DRC ഭരിച്ചിരുന്നത് ബെൽജിയം ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ബെൽജിയം കോങ്കോ എന്ന പേരിൽ അത് അറിയപ്പെട്ടു. 1960 വരെ DRC ഭരിച്ചത് ആരായിരുന്നു? ബെൽജിയം ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ DRC അന്ന് വരെ അറിയപ്പെട്ട എന്ത് പേരിലായിരുന്നു? ബെൽജിയം കോങ്കോ എന്ന പേരിലായിരുന്നു. 1971 ആയപ്പോഴത്തേക്കാണ് അത് എന്ന പേരിൽ ചേഞ്ച് ചെയ്തത്. In 1997, the name was changed again to Democratic Republic of Congo, which is its present name. The capital of DRC is Kinshasa. 1997 ആകുമ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു? ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്ന പേരിൽ അതിന്റെ പേര് വീണ്ടും മാറ്റി. അതായത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്നാണ് ഇപ്പോഴത്തെ അതിന്റെ പേര്. ക്യാപിറ്റൽ ഓഫ് DRC ഈസ് കിൻഷാസ. DRCയുടെ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ക്യാപിറ്റൽ എന്താണ്? കിൻഷാസയാണ്. The river Congo flows through the land of the country. It is the 7th largest river in the world and the 2nd largest river in Africa. The Congo basin dominates almost whole country. ആ രാജ്യത്തോടു കൂടി ഒഴുകുന്ന നദിയാണ് എന്ത്? കോങ്കോ നദി എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 7ാമത്തെ നദിയാണ് എന്തെന്ന് പറയുന്നത്? കോങ്കോ നദി എന്ന് പറയുന്നത്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ 2ാമത്തെ നദിയാണ് ഇത് കോങ്കോ നദി. ഈ കോങ്കോ ബേസിൻ അവിടെ ആകമാനം വ്യാപിച്ചിട്ടുണ്ട്. Democratic Republic of Congo is the 3rd largest country in Africa. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ 3ാമത്തെ രാജ്യമാണ് എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. ക്ലൈമറ്റ് ഇനി എന്താണ്? അവിടുത്തെ ക്ലൈമറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. Being the near the equator, it is very hot in almost part of DRC throughout the year. എന്താണ്? DRC ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയില് വർഷം മൊത്തം എന്താണ്? നല്ല ചൂടായിരിക്കും. അതിന് കാരണം എന്താണ്? ഈ നോർത്തേൺ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് കോങ്കോയിലൂടെ കൂടി എന്ത് പോകുന്നു? ഇക്വേറ്റർ കടന്നു പോകുന്നുണ്ടല്ലേ? Being near the equator, it is very hot in most part of DRC throughout the year. DRCയിലെ കൂടുതൽ ഭാഗങ്ങളിലും ഭയങ്കര ചൂടായിരിക്കും. അതിന് കാരണം എന്താണ്? ഇക്വേറ്ററിന്റെ അടുത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? DRC സ്ഥിതി ചെയ്യുന്നല്ലേ? ഇക്വേറ്റർ DRCയിലൂടെ കടന്നു പോകുന്നുണ്ട്. നോർത്തേൺ DRCയിലൂടെ എന്ത് കടന്നു പോകുന്നു? ഇക്വേറ്റർ പാസ് ചെയ്ത് പോകുന്നുണ്ടല്ലേ? The evaporation of water due to the high temperature during the day make the humidity very high. This causes cloud to build up by the afternoon and the rain pours down about 4 p.m. This happens almost every day throughout the year, making the region one of the wettest in the world. The evaporation of water due to the high temperature during the day makes the humidity very high. This causes cloud to build up by the afternoon and the rain pours down at about 4 p.m. This happens almost every day throughout the year, making the region one of the wettest in the world. The evaporation of water due to the high temperature during the day make the humidity very high. പകൽ സമയത്ത് ഭയങ്കര ഉയർന്ന താപനില അവിടെ ഉണ്ട്. പകൽ സമയം ആകുമ്പോഴത്തേക്ക് അവിടെ ഉയർന്ന താപനില ഉണ്ടാവും. അങ്ങനെ താപനില ഉയരുമ്പോൾ എന്താവും? ജലം ബാഷ്പീകരണം സംഭവിക്കില്ലേ? പകൽ സമയത്ത് വളരെ ഉയർന്ന താപനില ഉണ്ടാവുകയും ജലം എന്ത് ചെയ്യും? ബാഷ്പീകരിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും? ഹ്യൂമിഡിറ്റി വളരെ ഉയർന്നതായിരിക്കും. പകൽ സമയത്ത് ഭയങ്കര ഉയർന്ന ചൂടായതുകൊണ്ട് ജലം എന്ത് ചെയ്യും? ബാഷ്പീകരിക്കപ്പെടുകയും അവിടെ ഹ്യൂമിഡിറ്റി എങ്ങനെയായിരിക്കും? ഹൈ ആയിരിക്കും, വളരെ കൂടുതലായിരിക്കും ഹ്യൂമിഡിറ്റി. This causes the cloud to build up by the afternoon and rain pours down at about 4 p.m. This happens almost every day throughout the year, making the region one of the wettest in the world.
This caused cloud to build up by the afternoon and the rain pours down at about 4 p.m. This happens almost every day throughout the year, making the region one of the wettest in the world. അത് ഉച്ച കഴിഞ്ഞിട്ട് മെഴുകുകൾ രൂപീകരണത്തിന് കാരണമാവുകയും കൂടാതെ തന്നെ എന്താ ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും ഈർപ്പമുള്ള പ്രദേശങ്ങളിൽ ഒന്നായിട്ട് മാറുകയും ചെയ്യുന്നു. അതാണ് ക്ലൈമറ്റ് ആണ് പറയുന്നത്. DRC ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ക്ലൈമറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അല്ലേ. Being near the equator, it is very hot in most part of DRC throughout the year. The evaporation of water due to high temperature during the day make the humidity very high. This is caused cloud to build up by the afternoon and rain pours down at about 4 p.m. This happens almost every day throughout the year, making the region one of the wettest in the world. ഇതാണ് DRC ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ക്ലൈമറ്റ് എങ്ങനെയായിരിക്കും വളരെ ചൂടായിരിക്കും. അതിന് കാരണം എന്താണ്? നോർവേൻ DRC എന്ത് പോകുന്നു? ഇക്വേറ്റർ കടന്നു പോകുന്നല്ലേ. അതുപോലെ തന്നെ പകൽ സമയത്ത് DRCയിലെ എന്താ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ താപനില വളരെ കൂടുതലായിരിക്കും. ഇതെന്തിന് കാരണമാകുന്നു? ജലത്തിന്റെ ബാഷ്പീകരണത്തിന് കാരണമാകുന്നു. ഇങ്ങനെ ജലത്തിന് ബാഷ്പീകരണം സംഭവിക്കുമ്പോൾ അവിടെ എന്താ ഹ്യൂമിഡിറ്റി വളരെയധികം കൂടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉച്ച കഴിഞ്ഞ സമയങ്ങളിൽ എന്ത് പറ്റും? ഉച്ച കഴിഞ്ഞ സമയങ്ങളിൽ മേഘങ്ങൾ രൂപീകരിക്കുന്നു. അങ്ങനെ അതെന്ത് ചെയ്യും? മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും ഈർപ്പമുള്ള പ്രദേശങ്ങളിൽ ഒന്നാണിത് ഈ DRC എന്ന് പറയുന്നത്. Some part of DRC, especially in south, it does not rain so much. While the summer is hot and wet, winter is cool and dry. എന്താണ്? In some part of DRC, especially in south, it does not rain so much. While the summer is hot and wet, the winter is cool and dry. എന്താണ്? DRCയുടെ ചില ഭാഗങ്ങൾ, പ്രത്യേകിച്ച് DRCയുടെ ചില ഭാഗങ്ങളിൽ, പ്രത്യേകിച്ചും സൗത്തിൽ എന്താ റെയിൻ അങ്ങനെ കിട്ടുന്നില്ല. DRCയിൽ പ്രത്യേകിച്ച് സൗത്ത് ഭാഗങ്ങളിൽ, DRCയുടെ സൗത്ത് ഭാഗങ്ങളിൽ റെയിൻ അങ്ങനെ കിട്ടുന്നില്ല. While summer is hot and wet, the winter is cool and dry. അവിടെ വിന്റർ എന്ന് പറയുന്നത് കൂളും ഡ്രൈയുമായിരിക്കും, തണുത്തതും അതുപോലെ വരണ്ടതുമായിരിക്കും. എന്നാൽ സമ്മർ എന്ന് പറയുന്നത് ഇങ്ങനെ ഹോട്ടും വെറ്റുമായിരിക്കും. In some part of DRC, especially in south, it does not rain so much. While the summer is hot and wet, winter is cool and dry. DRCയുടെ ചില ഭാഗങ്ങൾ, പ്രത്യേകിച്ച് സൗത്തിൽ എന്താണ് റെയിൻ അങ്ങനെ കൂടുതൽ കിട്ടുന്നില്ല. എന്നാൽ സമ്മർ എങ്ങനെയായിരിക്കും? ഹോട്ടും അതുപോലെ വെറ്റുമായിരിക്കും. എന്നാൽ വിന്റർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? കൂളും ഡ്രൈയുമായിരിക്കും. അവിടെ വിന്റർ കൂളും ഡ്രൈയുമായിരിക്കും. എന്നാൽ സമ്മർ എന്ന് പറയുന്നത് ഹോട്ടും വെറ്റും ആയിരിക്കും. നെക്സ്റ്റ് വെജിറ്റേഷൻ. ഇനി അടുത്ത വെജിറ്റേഷൻ നോക്കാം. Hot and humid climate is excellent for the growth of plants. Therefore, such areas are covered with dense forest called tropical rainforest. They are evergreen forest. Hot and humid climate is excellent for the growth of plants. Therefore, such areas are covered with dense forest called tropical rainforest. They are evergreen forest. എന്താണ്? hot and humid climate is excellent for the growth of plants. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ഹോട്ടും അതുപോലെ ഹ്യൂമിഡ് ക്ലൈമറ്റ് വളരെ അനുയോജ്യമാണ്. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ഹോട്ടും അതുപോലെ ഹ്യൂമിഡുമായിട്ടുള്ള ക്ലൈമറ്റ് വളരെ അനുയോജ്യമാണ്. Therefore, such areas are covered with dense forest called tropical rainforest. They are evergreen forest. അത്തരം മേഖലകൾക്ക് എന്താണ്? അത്തരം മേഖലകളൊക്കെ തന്നെ ഒരു ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഉൾപ്പെടുക. അത്തരം മേഖലകളാണ് ഇത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് പറയുന്നത്. ദേ ആർ എവർഗ്രീൻ ഫോറസ്റ്റ്. ഈ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിന് എന്താ? നിത്യഹരിത കാടുകൾ എന്ന് പറയുന്നു. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നു എവർഗ്രീൻ ഫോറസ്റ്റ് അല്ലെങ്കിൽ നിത്യഹരിത കാടുകൾ എന്ന് പറയുന്നു.
Most of the DRS is covered with tropical rainforest. There is a large variety of trees and other plants. The trees are the tall and form a canopy of leaves at the top. It prevents sunlight from passing through. Creeper, climber and shrub grow below. However, at several places the canopy is so thick that very few plants grow under it. In some parts of the DRC, mostly in south, where the climate is not so hot and wet, the vegetation is different. Instead of dense forest, there are grasslands with short trees. Such a vegetation is the savanna. Most of the DRC is covered with the tropical rainforest. DRCയിലെ കൂടുതൽ ഭാഗങ്ങൾ കവർ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാണ് ട്രോപ്പിക്കൽ റെയിൻഫോറസ്റ്റ് വെച്ചാണ്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ കൂടുതൽ ഭാഗങ്ങൾ കവർ ചെയ്തിട്ടുള്ളത്. There is a large variety of trees and other plants. The trees are tall and form a canopy of leaves at the top. It prevents sunlight from passing through. People, climbers, shrub grow below. Most of the DRC is covered with tropical rainforest. DRCയിലെ കൂടുതൽ ഭാഗങ്ങൾ കവർ ചെയ്തിട്ടുള്ളത് ട്രോപ്പിക്കൽ റെയിൻഫോറസ്റ്റിലൂടെയാണ്. അവിടെ എന്താ വെറൈറ്റി ട്രീസും അതുപോലെ പ്ലാന്റ്സും ഒക്കെ തന്നെ ഉണ്ട്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സും അതുപോലെ ട്രീസ് ഒക്കെ ഈ DRCയിൽ ഉണ്ട്. ഈ മരങ്ങളൊക്കെ തന്നെ എങ്ങനെയാ വളരെ ഉയരത്തിലുള്ളതും അതുപോലെ തന്നെ ഈ മരങ്ങൾക്ക് എന്താ ഒരു മേടാക്ക് പോലെ ഇലകള് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടേക്ക് സൺലൈറ്റ് കടന്നു വരുന്നതിന് എന്ത് ചെയ്യുന്ന പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. However, at several places the canopy is so thick that very few plants grow under it. In some part of the DRC, mostly in the south, where the climate is not so hot and wet, the vegetation is different. Instead of dense forest, there are grasslands with short trees. Such a vegetation is the savanna. However, at several places, the canopy is so thick that very few plants grow under it. In some part of the DRC, mostly in south, where the climate is not so hot and wet, the vegetation is different. Instead of dense forest, there are grassland with short trees. Such a vegetation is the savanna. DRCയുടെ ചില ഭാഗങ്ങൾ, DRC ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ചില ഭാഗങ്ങൾ, പ്രത്യേകിച്ച് സൗത്തിൽ എങ്ങനെയാണ് കൂടുതൽ ഹോട്ടും വെറ്റും ആയിരുന്നില്ല അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. DRCയിലെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ചില ഭാഗങ്ങൾ, പ്രത്യേകിച്ച് സൗത്ത് ഭാഗങ്ങളിൽ കൂടുതൽ ചൂടും അതുപോലെ വെറ്റും ആയിരിക്കത്തില്ല അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വെജിറ്റേഷൻ എങ്ങനെയായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും അല്ലേ? ഇത് കൂടാതെ അവിടെ ചിലയിടത്തൊക്കെ എങ്ങനെയാണ് ഇടതൂർന്നിട്ടുള്ള ഒരുപാട് മരങ്ങളുള്ള ഇടതൂർന്നിട്ടുള്ള മരങ്ങൾക്ക് പകരം എന്താണ് അവിടെ ഉള്ളത്? ചെറിയ മരങ്ങളായിരിക്കും ഉള്ള, ചെറിയ പുൽമരങ്ങളൊക്കെ ആയിരിക്കും അവിടെ ഉണ്ടാവുക. Instead of dense forest, there are grassland with short trees. Such a vegetation is the savanna. ഇങ്ങനെ ഇടതൂർന്നുള്ള ഡെൻസ് ഫോറസ്റ്റ്, ഇടതൂർന്നിട്ടുള്ള മരങ്ങളില്ലാതെ ഡെൻസ് ഫോറസ്റ്റിന് പകരം എന്തായിരിക്കും അവിടെ ഉള്ളത്? ഷോർട്ട് ട്രീ, ചെറിയ മരങ്ങളായിരിക്കും. ഗ്രാസ്ലാൻഡിലെ ചെറിയ മരങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക. അതിന് എന്ന് പറയുന്നത്, അങ്ങനെയുള്ള വെജിറ്റേഷനാണ് ഇതെന്ന് പറയുന്നത് സവന എന്ന് പറയുന്നത്. ഇനി അവിടുത്തെ വെജിറ്റേഷൻ ആണ് പറയുന്നത് എന്താണ്? ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ് ഈസ് എക്സലന്റ് ഫോർ ദി ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. Therefore, such areas covered with dense forest called tropical rainforest. There are evergreen forest. എന്താണ്? സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് എന്താവശ്യമാണ്? ഹോട്ടും ഹ്യൂമിഡും ആയിട്ടുള്ള ക്ലൈമറ്റ് അനുയോജ്യമാണ്. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ഹോട്ടും അതുപോലെ ഹ്യൂമിഡുമായിട്ടുള്ള ക്ലൈമറ്റ് എന്ന് പറയുന്നത് വളരെ അനുയോജ്യമാണ്. അവിടുത്തെ ഏരിയ കവർ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാണ് ട്രോപ്പിക്കൽ റെയിൻഫോറസ്റ്റ് വെച്ചാണ്. ട്രോപ്പിക്കൽ റെയിൻഫോറസ്റ്റ് പറയുന്നത് എന്താണ്? എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. അതായത് നിത്യഹരിത കാടുകളാണ് ട്രോപ്പിക്കൽ റെയിൻഫോറസ്റ്റ് എന്ന് പറയുന്നത്. Most of the DRC is covered with tropical rainforest.
കൂടുതൽ DRC കവർ ചെയ്തിരിക്കുന്നതാണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് വെച്ചിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. There is a large variety of trees and plants, other plants. എന്താണ് അവിടെ ഒരുപാട് വെറൈറ്റി ട്രീസും പ്ലാന്റ്സും ഒക്കെ തന്നെ ഉണ്ട്. The trees are tall and form a canopy of leaves at the top. It prevents sunlight from passing through. Creeper, climber and shrub grow below. However, at several places the canopy is so thick that very few plants grow under it. In some parts of the DRC, mostly in south, where the climate is not so hot and wet, the vegetation is different. Instead of dense forest, there are grassland with short trees. Such a vegetation is the savanna. അവിടെ DRC എന്ന് പറയുന്നത് കൂടുതൽ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ്. എന്നാൽ ഈ ഡെൻസ് ഫോറസ്റ്റിന് പകരം ഇടതൂർന്നിട്ടുള്ള കാടുകൾക്ക് പകരം DRCയുടെ സൗത്ത് ഭാഗങ്ങളിൽ എന്താണ് ചെറിയ ഷോർട്ട് ട്രീസ് ഉണ്ട്. അങ്ങനെയുള്ള വെജിറ്റേഷനെ എന്ത് പറയും? സവന എന്ന് പറയുന്നു. നെക്സ്റ്റ് വൈൽഡ് ലൈഫ്. വൈൽഡ് ലൈഫിനെ കുറിച്ച് പഠിക്കാം. A large variety of wildlife is found in the forest and the savanna of the DRC. Elephant, buffalo, gorilla, chimpanzee, baboon, hippopotamus and rhinoceros are some mammals found in the forest. Lion, leopard, giraffe, zebras, wolves as well as elephant roam around the savannas. The wildlife. ഇനി ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ വൈൽഡ് ലൈഫിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. A large variety of wildlife is found in the forest and savannas of the DRC. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയില് ഒരുപാട് ഫോറസ്റ്റിലും അതുപോലെ സവനയിലൊക്കെ എന്താണ് ലാർജ് വെറൈറ്റി ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വൈൽഡ് ലൈഫിനെ കണ്ടിട്ടുണ്ട്, വന്യജീവികളെയൊക്കെ കണ്ടിട്ടുണ്ട്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയില് സവനയിലായാലും അല്ലെങ്കിൽ ഫോറസ്റ്റിലായാലും പല വെറൈറ്റി ഉള്ള വന്യജീവികളെയൊക്കെ കണ്ടിട്ടുണ്ട്. എലിഫന്റ്, ബഫല്ലോ, ഗൊറില്ല, ചിമ്പാൻസി, ബാബൂൺ, ഹിപ്പോപ്പൊട്ടാമസ് ആൻഡ് റൈനോസേഴ്സ് ആർ സം മാമ്മൽസ് ഫൗണ്ട് ഇൻ ദ ഫോറസ്റ്റ്. അപ്പം ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയില് എന്താണ് എലിഫന്റ് ഉണ്ട്, ബഫല്ലോ ഉണ്ട്, ഗൊറില്ല ഉണ്ട്, ചിമ്പാൻസി ഉണ്ട്, ബാബൂൺ ഉണ്ട്, ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ട്, റൈനോസേഴ്സ് ഉണ്ട്, പിന്നെ മാമൽസ് ഇതൊക്കെ ഈ ഫോറസ്റ്റിൽ എന്തുണ്ട് കണ്ടിട്ടുണ്ട് അല്ലേ. ലയൺ, ലിയോപാർഡ്, ജിറാഫ്, സീബ്രാസ്, വൂൾഫ് as well as elephant roam around the savannas. ഈ സവനയിൽ എന്തൊക്കെയാണ് കണ്ടിട്ടുള്ളത്? ലയൺ ഉണ്ട്, ലിയോപാർഡ് ഉണ്ട്, ജിറാഫ് ഉണ്ട്, സീബ്ര ഉണ്ട്, വൂൾഫ് ഉണ്ട്, എലിഫന്റ് ഉണ്ട്. ഇതൊക്കെ എവിടെ കണ്ടിട്ടുണ്ട്? സവനയിൽ കണ്ടിട്ടുണ്ട്. ഇനി a large variety of wildlife is found in the forest and savanna of the DRC. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ സവനയിലായാലും ഫോറസ്റ്റിലായാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള പലതരത്തിലുള്ള വന്യജീവികളെ കാണാൻ കഴിയും. എലിഫന്റ്, ബഫല്ലോ, ഗൊറില്ല, ചിമ്പാൻസി, ബാബൂൺ, ഹിപ്പോപ്പൊട്ടാമസ്, റൈനോസേഴ്സ്, മാമൽ തുടങ്ങിയവയൊക്കെയാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ഫോറസ്റ്റിൽ കാണുന്ന മൃഗങ്ങൾ. ലയൺ, ലിയോപാർഡ്, ജിറാഫ്, സീബ്രാസ്, വൂൾഫ്, എലിഫന്റ് തുടങ്ങിയവയൊക്കെയാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ സവനയിൽ കാണുന്ന വൈൽഡ് ലൈഫ്. ലയൺ, ലിയോപാർഡ്, ജിറാഫ്, സീബ്ര, വൂൾഫ് തുടങ്ങിയവയൊക്കെയാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ സവനയിൽ കാണുന്ന വൈൽഡ് ലൈഫ്. അഗ്രികൾച്ചർ. ഇനി അവിടുത്തെ അഗ്രികൾച്ചർ എങ്ങനെയാണെന്ന് നോക്കാം. Agriculture. Farming and mining is the main occupation of the people of this country. The chief food crops include maize, cassava, paddy, coffee, cocoa, oil, palm, sugarcane, groundnut, rubber, cotton and tea are some cash crops grown for export. The agriculture. ഈ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ അഗ്രികൾച്ചറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്താണ്? ഫാമിംഗ് ആൻഡ് മൈനിങ് ഈസ് ദ മെയിൻ ഓക്യുപ്പേഷൻ ഓഫ് ദി പീപ്പിൾ ഓഫ് ദിസ് കൺട്രി. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട
ഓക്കുപേഷൻ. തൊഴിൽ എന്ന് പറയുന്നത് എന്താണ്? ഫാമിങ്ങും അതുപോലെ മൈനിങ്ങുമാണ്. അതായത് ഖനനവും കൃഷിയുമാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത്. ഫാമിംഗ് ആൻഡ് മൈനിങ് ഈസ് ദ മെയിൻ ഓക്കുപേഷൻ ഓഫ് ദി പീപ്പിൾ ഓഫ് ദിസ് കൺട്രി. The chief food crops include maize, cassava and paddy. Coffee, cocoa, oil, palm, sugar, cane, groundnut, rubber, cotton and tea are some cash crops grown for export. ഇപ്പം നമ്മൾ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ അഗ്രികൾച്ചറിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ അഗ്രികൾച്ചർ കൃഷി രീതിയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. Farming and mining is the main occupation of the people of this country. The chief food crops include maize, cassava and paddy, coffee, cocoa, oil, palm, sugarcane, groundnut, rubber, cotton and tea are some cash crops grown for export. Farming and mining is the main occupation of the people of this country. അതായത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ജനങ്ങളുടെ മെയിൻ ഓക്കുപേഷൻ, പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത് എന്താണ്? ഫാമിങ്ങും മൈനിങ്ങുമാണ്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് കൃഷിയും അതുപോലെ മൈനിങ് ഖനനവും ആണ്. The chief food crops include maize, cassava and paddy. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഫുഡ് ക്രോപ്സ് എന്താണ്? ഭക്ഷ്യവിളകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ചോളവും അതുപോലെ മരച്ചീനിയും നെല്ലുമാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഫുഡ് ക്രോപ്സ് എന്ന് പറയുന്നത്, ഭക്ഷ്യവിളകൾ എന്ന് പറയുന്നത്. കോഫി, കൊക്കോ, ഓയിൽ, പാം, ഷുഗർ കെയിൻ, ഗ്രൗണ്ട്നട്ട്, റബ്ബർ, കോട്ടൺ ആൻഡ് ടീ ആർ സം ക്യാഷ് ക്രോപ്സ് ഗ്രോൺ ഫോർ എക്സ്പോർട്ട്. കോഫി, കാപ്പി അല്ലെങ്കിൽ കൊക്കോ, ഓയിൽ, എണ്ണ, പാം, അതേപോലെ ഷുഗർ കെയിൻ, ഗ്രൗണ്ട്നട്ട്, റബ്ബർ, കോട്ടൺ, ടീ തുടങ്ങിയവയൊക്കെയാണ് എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ജനങ്ങളുടെ പ്രധാനമായിട്ടും ഏറ്റുമതി ചെയ്യുന്ന, എക്സ്പോർട്ട് ചെയ്യുന്ന, ഏറ്റുമതി ചെയ്യുന്ന നാണ്യവിളകൾ, അതായത് ക്യാഷ് ക്രോപ്സ്. Farming and mining is the main occupation of the people of this country. The chief food crops include maize, cassava and paddy. Coffee, cocoa, oil, palm, sugarcane, groundnut, rubber, cotton and tea are some cash crops grown for export. ഇതാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ജനങ്ങളുടെ മുഖ്യ തൊഴിൽ എന്ന് പറയുന്നത് എന്താണ്? ഫാമിങ്ങും അതുപോലെ മൈനിങ്ങുമാണ്. അവിടുത്തെ ജനങ്ങളുടെ ഫുഡ് ക്രോപ്സ് എന്ന് പറയുന്നതൊക്കെയാണ് മെയ്സ്, കസാവ ആൻഡ് പാഡി. കോഫി, കൊക്കോ, ഓയിൽ, പാം, ഷുഗർ കെയിൻ, ഗ്രൗണ്ട്നട്ട്, റബ്ബർ, കോട്ടൺ, ടീ തുടങ്ങിയവയൊക്കെയാണ് അവിടുത്തെ ജനങ്ങൾ പ്രധാനമായിട്ടും കയറ്റുമതി ചെയ്യുന്ന നാണ്യവിളകൾ, ക്യാഷ് ക്രോപ്സ് എന്ന് പറയുന്നത്. Cassava is the staple food for people of this country. Cassava is the staple food of the people of this country. The cassava plant has a long or fleshy root or tuber under the ground. The tubers taken out from the ground are soaked in water for many days. Then the skin is peeled off. The tubers are dried and the flour is made from them. The bread of this flour is used as the main part of their food. Cassava is the staple food of the people of this country. എന്താണ് ഈ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് എന്താണ്? കസാവയാണല്ലേ. The cassava plant has a long and or fleshy root or tuber under the ground. Cassava is the staple food of the people of this country. The cassava plant has a long or fleshy roots or tuber under the ground. The tubers taken out from the ground are soaked in water for many days. Then the skin is peeled off. The tubers are dried and the flour is made from them.
The breed of this flower is used as the main part of their food. Cassava is the staple food of the people of this country. Democratic Republic of Congoയിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഫുഡാണ് എന്ന് പറയുന്നത് കസാവ എന്ന് പറയുന്നത്. The cassava plant has a long or fleshy roots or tubers under the ground. The tubers taken out from the ground are soaked in water for many days. എന്താണ് കസാവ ചെടി ഭൂമിക്കടിയിൽ നീളമുള്ളതും അതുപോലെ ഫ്ലഷിയുമായിട്ടുള്ള റൂട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്നുണ്ട് കിഴങ്ങുമുണ്ട്. കസാവ ചെടിക്ക് ഫ്ലഷിയും അതുപോലെ ലോങ് റൂട്ടും ഉണ്ട്. അതുപോലെ അവിടെ ട്യൂബറും ഉണ്ടല്ലേ. ഈ ട്യൂബർ എന്ത് ചെയ്യുന്ന ട്യൂബേഴ്സ് ടേക്കൺ ഔട്ട് ഫ്രം ദി ഗ്രൗണ്ട് ആർ സോക്ക്ഡ് ഇൻ വാട്ടർ ഫോർ മെനി ഡേയ്സ്. ഇത് കുറെ ദിവസം വെള്ളത്തിൽ നമ്മൾ ഇട്ട് വെച്ച് കുതിർക്കും. Then the skin is peeled. അപ്പൊ ഈ കിഴങ്ങിന്റെ സ്കിന്നൊക്കെ അങ്ങ് തൊലിയൊക്കെ ഒഴിഞ്ഞു പോവില്ലേ, ഇളകി പീൽഡ് ഓഫ്. Then the skin is peeled off. The tubers are dried and flour is made from them. The bread of this flour is used as the main part of their food. എന്താണ് ഈ നമ്മള് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഈ കിഴങ്ങ് എന്ത് ചെയ്യും, പിന്നീട് എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യും, അത് ഉണക്കിയിട്ട് അത് മാവിന്റെ രൂപത്തിൽ ആക്കും. ഈ മാവ് വെച്ച് എന്ത് ചെയ്യും, അവരുടെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുകയും ചെയ്യും. ഈ മാവ് അവരുടെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. The DRC is called the heart of darkness. DRC is called the heart of darkness. Darknessന്റെ ഹാർട്ട് എന്ന് പറയുന്നത് എന്തിനാണ്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയെ ആണ്. The river Congo is called the highway of Central Africa. The river Congo is called the highway of Central Africa. Central Africയുടെ ഹൈവേ എന്ന് പറയുന്നത് എന്തിനെയാണ്, റിവർ കോങ്കോയാണ്. The DRC is called the heart of darkness. Darknessന്റെ ഹാർട്ട് എന്ന് പറയുന്നത് എന്തിനെയാണ്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയാണ്. The river Congo is called the highway of Central Africa. സെൻട്രൽ ആഫ്രിക്കയുടെ ഹൈവേ എന്ന് പറയുന്നത് എന്തിനാണ്, കോങ്കോ നദിയാണ്. The agriculture. അപ്പൊ നമ്മൾ എന്താണ് പറയുന്നത്, DRCയിലെ അഗ്രികൾച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. Farming and mining is the main occupation of the people of this country. The chief food crops include maize, cassava and paddy. ഇതാണ് DRC ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത് എന്താണ്, ഫാമിങ്ങും അതുപോലെ തന്നെ മൈനിങ്ങുമായിരുന്നു അവിടുത്തെ പ്രധാനമായിട്ടുള്ള എന്താണ് ഭക്ഷ്യവിള. ഫുഡ് ക്രോപ്സ് എന്തൊക്കെയായിരുന്നു, മെയ്സ്, പിന്നെ കസാവ ആൻഡ് പാഡി, അതായത് നെല്ലും ചോളവും അതുപോലെ മരച്ചീനിയുമായിരുന്നു അവിടുത്തെ ജനങ്ങളുടെ പ്രധാനമായിട്ടുള്ള ഫുഡ് ക്രോപ്സ് എന്ന് പറയുന്നത്. കോഫി, കൊക്കോ, ഓയിൽ, പാം, ഷുഗർ കെയിൻ, ഗ്രൗണ്ട്നട്ട്, അതുപോലെ റബ്ബർ, കോട്ടൺ ആൻഡ് ടീ, ഇതൊക്കെയായിരുന്നു അവിടുത്തെ ജനങ്ങൾ പ്രധാനമായിട്ടും കയറ്റുമതി ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട നാണ്യവിളകൾ. അതായത് നാണ്യവിളകൾ എന്ന് വെച്ചാൽ ക്യാഷ് ക്രോപ്സ്. Cassava is the staple food of the people of this country. The cassava plant has a long or fleshy roots or tuber under the ground. The tuber taken out from the ground are soaked in water for many days. Then the skin is peeled off. The tubers are dried and a flour is made from them. The bread of this flour is used as the main part of their food. അതാണ് അവിടുത്തെ ജനങ്ങളുടെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഫുഡായിരുന്നു കസാവ എന്ന് പറയുന്നത്. കസാവ എന്ത് ചെയ്ത്, കസാവ ഭൂമിക്കടിയിൽ വളരെ ലോങ്ങും ഫ്ലഷിയുമായിട്ടുള്ള റൂട്ടുണ്ട്. അതുപോലെ അതിൽ നിന്നുണ്ട് കിഴങ്ങുണ്ടല്ലേ. ഈ കിഴങ്ങ് എന്ത് ചെയ്ത് അവര് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അതിന്റെ തൊലി കളയണം. ഈ തൊലി പോയിട്ടുള്ള ഈ കിഴങ്ങ് എന്ത് ചെയ്യും, അവർ ഉണക്കിയിട്ട് അതിൽ നിന്നെടുക്കും, മാവെടുക്കും. ഈ മാവ് ഉപയോഗിച്ച് അവര് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അപ്പൊ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിലെ എക്സസൈസ് ചെയ്താലോ? പേജ് നമ്പർ 298 എടുത്തേ. ഫസ്റ്റ് എന്താണ് കൊടുത്തിരിക്കുന്നത്, ഡിഫൈൻ, നിർവചനം, നിർവചിക്കാനാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. എന്തൊക്കെയാണ്, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്.
എന്താണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് നിർവചിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഡിഫൈൻ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. എന്താണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്? ഏരിയാസ് കവേർഡ് വിത്ത് dense forest having hot and humid climate which is excellent for the growth of plants. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഹോട്ടും ഹ്യൂമിഡുമായിട്ടുള്ള ക്ലൈമറ്റ് ഉള്ള ഡെൻസ് ഫോറസ്റ്റ് ആണ് എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? ട്രൈബ്. എന്താണ് ട്രൈബ്? ട്രൈബ് എന്താ? A tribe is a group of people depend on their land for livelihood with a common culture. ഒരു കോമൺ കൾച്ചറോട് കൂടി അവരെന്താ ജീവിക്കാൻ വേണ്ടി അവരുടെ ലാൻഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പീപ്പിളിനെ എന്തെന്ന് പറയുന്നത് ട്രൈബ് എന്ന് പറയുന്നത്. അടുത്തെന്താണ്? പിഗ്മീസ്. പിഗ്മീസ് എന്താണ്? they are tribal people of Congo. They are very short stature. എന്താണ് പിഗ്മീസ് എന്ന് പറയുന്നത്? പിഗ്മീസ് എന്ന് പറയുന്നത് കോങ്കോയിലെ ട്രൈബൽ പീപ്പിളിനെയാണ് പിഗ്മീസ് എന്ന് പറയുന്നത്. കസാവ. എന്താണ് കസാവ? the staple food of the people of Congo. കോങ്കോയിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഫുഡാണ് എന്ന് പറയുന്നത് കസാവ എന്ന് പറയുന്നത്. എന്താണ് കസാവ എന്ന് വെച്ചാൽ the staple food of the people of Congo. കോങ്കോയിലെ ജനങ്ങളുടെ ഒരു സ്റ്റേപ്പിൾ ഫുഡാണ് ഇത് കസാവ എന്ന് പറയുന്നത്. കസാവ. എന്താണ് കസാവ? the staple food of the people of Congo. കോങ്കോയിലെ ജനങ്ങളുടെ സ്റ്റേപ്പിൾ ഫുഡാണ് എന്ന് പറയുന്നത് കസാവ എന്ന് പറയുന്നത്. എന്താണ് കസാവ? കസാവ the staple food of the people of Congo. കോങ്കോയിലെ ജനങ്ങളുടെ സ്റ്റേപ്പിൾ ഫുഡാണ് എന്ന് പറയുന്നത് കസാവ എന്ന് പറയുന്നത്. ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. എന്താണ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്? എന്തൊക്കെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്? വാട്ട് വാസ് ദി DRC known as before 1971, between 1971 and 1997? At present, what was the DRC known as before 1971, between 1971 and 1997? At present, before 1971, as Belgium ruled over DRC, it was called Belgium Congo. 1971 മുമ്പ് എന്താണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഭരിച്ചത് ബെൽജിയം ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയെ 1971 മുമ്പ് ബെൽജിയം കോങ്കോ എന്ന് പറയുന്നു. Between 1971 and 1997, Belgium Congo was changed with same. Between 1971 and 1997, Belgium Congo was changed to Zaire. Belgium Congo എന്താക്കി മാറ്റി? Zaire ആക്കി മാറ്റി. At present, ഇപ്പൊ എങ്ങനെയാണ് ബെൽജിയം കോങ്കോയുടെ ഇപ്പോഴത്തെ പേരെന്താണ്? അറ്റ് പ്രസന്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. ഇപ്പോഴത്തെ പേരെന്താണ് DRCയുടെ? ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് ഡു യു ഫൈൻഡ് ഇൻ DRC? അതായത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ എന്ത് തരത്തിലുള്ള ക്ലൈമറ്റ് ആണ് കാണുന്നത്? വാട്ട് ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് ഡു യു ഫൈൻഡ് ഇൻ DRC? The summer are hot and wet. The winter is cool and dry in Democratic Republic of Congo. Democratic Republic of Congoയിൽ എന്താണ് സമ്മർ എന്ന് പറയുന്നത് ഹോട്ടും വെറ്റുമാണ്. എന്നാൽ വിന്റർ എന്ന് പറയുന്നത് എന്താണ് കൂളും ഡ്രൈയുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡിസ്ക്രൈബ് എ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. എന്താണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്? എന്താണ് tropical rainforests are evergreen forest. It has a hot and humid climate which is excellent for the growth of plants. It has a large variety of trees and other plants. എന്താണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്? ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എവർഗ്രീൻ ഫോറസ്റ്റ്. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത് നിത്യഹരിത കാടുകളെയാണ് എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. It has hot and humid climate which is excellent for the growth of plants. It has a large variety of trees and other plants. ഇവിടെ എന്താണ്? ഇവിടെ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഹോട്ടും അതുപോലെ ഹ്യൂമിഡുമായിട്ടുള്ള ക്ലൈമറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ട്രീസും പ്ലാന്റ്സും ഒക്കെ ഉണ്ട്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻ ആൻസർ എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ആൻസർ
ആ നോട്ടിൽ എഴുതിയിട്ട് ആ നോട്ട് എനിക്ക് അയച്ചു തരണം. ഇതെല്ലാവരും ഈ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുകയും വേണം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.